Hello my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is the fish tail. Okay, അപ്പോൾ മീനിന്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. Deep under the sea, see the lovely colored fish swimming peacefully. അപ്പോൾ കടലിന്റെ ആഴത്തിൽ എന്താ നമ്മൾ കണ്ടത്? മീനിനെ അല്ലേ? അത് നല്ല ഭംഗിയായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. This special poem in 3 lines is called a haiku. Such poems about nature are popular in Japan. അപ്പൊ ജപ്പാനിലൊക്കെയാണ് അല്ലേ ഹൈക്കു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജപ്പാനീസ് നെയിം ഉണ്ട്. അവിടെയൊക്കെ നേച്ചറെ കുറിച്ചുള്ള ധാരാളം പോയംസ് ഉണ്ട്. Here is another haiku. What about the lake? The calm, smooth, still a fish jumps up and returns. Ripples shake the lake. അപ്പൊ the lake പുഴ എങ്ങനെയുള്ളതാണ്? ശാന്തമായത് അല്ലെ, സ്മൂത്ത് ആയിട്ടും സ്റ്റിൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത് അല്ലെ, ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എ ഫിഷ് ജംപ് അപ്പ് ആൻഡ് റിട്ടേൺസ്, റിപ്പിൾ ഷേക്ക് ദ ലേക്ക്. അപ്പൊ മീനുകൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി നടക്കുമ്പോ എന്താണ്? അലകൾ ഫോം ചെയ്യുകയാണ് അല്ലെ, വാട്ടർ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡു യു നോ എനി പോയംസ് അബൌട്ട് ഫിഷ്? അപ്പൊ നിങ്ങൾക്ക് ഫിഷിനെ കുറിച്ച് എന്തെങ്കിലും പോയംസ് വല്ലതും പരിചയമുണ്ടോ? Here are some drawings and that is made by the children. അപ്പൊ ഇതൊക്കെ എന്താണ്? ഓരോ കുട്ടികൾ വരച്ച ചിത്രമാണ്. See here, the name is given. Navyada, class first. Maya, class 4. What do you think of fishes? What happens? What shape come to your mind? Try to use a square and a triangle to draw a fish. അപ്പൊ നമ്മൾ ഒരു സ്ക്വയറോ ട്രയാങ്കിളോ എടുത്തിട്ട് എന്താണ് ഒരു ഫിഷിനെ വരയ്ക്കുക. Look for fish designs around it. നിങ്ങളുടെ ചുറ്റും ഫിഷിനെ ഡിസൈനുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓൺ ക്ലോത്ത്, പിന്നെന്തിലാ പെയിന്റിങ്സില്, ഓൺ മാറ്റ്സ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ഫിഷിന്റെ ചിത്രം കാണാൻ പറ്റും അല്ലെ. മീൻ മീൻസ് എ ഫിഷ് ആൻഡ് മീനാക്ഷി ഇസ് എ ഗേൾ ഹൂസ് ഐസ് ലുക്ക് ലൈക്ക് എ ഫിഷ്. മീൻ എന്ന് പറഞ്ഞ എന്താണ്? ഫിഷ് ആണ് അല്ലെ. അപ്പൊ മീനാക്ഷി പറയുന്ന ഒരു പെൺകുട്ടിക്ക് എന്ത് മീനിന്റെ കണ്ണാണ് ഉള്ളത്. ക്യാൻ യു തിങ്ക് ഓഫ് സംവൺ ഹു ഹാസ് സച്ച് ഐസ്? അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ ഇങ്ങനെ മീനിന്റെ കണ്ണുകൾ ഉള്ളത്? Draw a fish with a fish eyes, face. ഫിഷ് അല്ല, ഫേസ് അല്ലെ, ഒരു ഫേസ് വരയ്ക്കുക. ഫിഷിന്റെ ഐ ഉള്ള ഒരു ഫേസ് വരയ്ക്കുക. ഫിഷസ് ഹാവ് വെരി ഡിഫറെന്റ് സൈസസ്. മീൻ എന്താണ്? പല സൈസിലും ഉണ്ട് അല്ലെ. ദ സ്മോളസ്റ്റ് ഫിഷ് ഇസ് അബൌട്ട് 1 centimeter ലോങ്. അപ്പൊ ചെറിയ ഫിഷ് എത്ര സെന്റിമീറ്റർ? 1 centimeter ലോങ്ങിലാണ്. ഹൗ ലോങ് ഇസ് ദ ബിഗസ്റ്റ് ഫിഷ് യു ക്യാൻ ഇമാജിൻ? അപ്പൊ ചെറുത് 1 centimeter ആണെങ്കിൽ വലിയ ഫിഷ് ഏകദേശം എത്രയായിരിക്കും? 1 മീറ്ററോളം കാണും അല്ലെ, വലിയ ജൈജാന്റിക് ഫിഷ് ഒക്കെ. So we can write it here. What about it will be around, here it is saying 1 centimeter. We can write it as 1 to 2 meters. Then how many times longer is your bigger fish than the smaller times? It will be 100 times bigger. Given as 100 times. Then the biggest fish is the whale shark. It is actually not a whale but a big fish. അപ്പൊ ഏറ്റവും വലിയ ഫിഷ് എന്ന് പറയുന്നത് ഏതാണ്? വെയിൽ ഷാർക്ക് ആണ് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി വെയില്, വെയിലല്ല, പക്ഷെ എന്താണ്? ഫിഷ് ആണ്. Whales are different from fish. Whales breathe like we do through their noses. അല്ലേ? whales എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യണത്? ത്രൂ ദ നോസ്, തിമിംഗലങ്ങള്. But fish have no nose and they take in water, not air. പക്ഷെ മീനുകളാണെങ്കിൽ എന്താ ചെയ്യുക? അവർക്ക് നോസ് ഇല്ല, അവര് വെള്ളം എടുത്ത് അതിലത്തെ വായുവാണ് അവര് ശ്വസിക്കുന്നത്. Whales give birth to babies but fish lay eggs. അല്ലേ? വെയിൽസ് ആണെങ്കിൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കും, ഫിഷ് ആണെങ്കിലോ മുട്ടയിടുക ചെയ്യുക. The whale shark fish looks big and dangerous. വെയിൽ ഷാർക്ക് കാഴ്ചയിൽ എങ്ങനെയാണ്? വലുതും പിന്നെ അപകടകാരിയാണ് അല്ലെ. But it is quite harmless. Harmless means ഉപദ്രവിക്കില്ല, ഡേഞ്ചർ ആണെങ്കിലും ഉപദ്രവിക്കില്ല. Does not attack humans. ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യില്ല. One whale shark has as long as 18 meter. One whale sharkന് എത്ര മീറ്റർ ലോങ് ആണ്? 18 meter long. Just think how long that is. Almost 12 children of your size standing one up the top of the other. അപ്പോ
12 കുട്ടികൾ ഒന്നിന്റെ മേൽ ഒന്ന് നിന്നാലാണ് ഈ 18 മീറ്റർ നീളമുള്ള വെയിലിനെ നമുക്ക് കിട്ടുക അല്ലേ? അത്രയും വലിയ സൈസ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സൈസ് മനസ്സിലാക്കാനാണ് അവർ ഈ ഇൻഫർമേഷൻ തന്നത്. 12 children of your size. അപ്പൊ നിങ്ങളുടെ സൈസിലുള്ള 12 കുട്ടികൾ ഒന്നിന്റെ മേൽ ഒന്ന് നിൽക്കുകയാണെങ്കിൽ അത്രയും നീളമുള്ളതാണ് എന്ത് ഈ വെയിൽ. Well, much more than 12 of you together weigh. Its weight about 16,000 kg. അപ്പൊ അതിന്റെ വെയിറ്റ് എത്രയാണ്? ഏകദേശം 16,000 കിലോഗ്രാം ആണ് എന്ത് അതിന്റെ വെയിറ്റ്. ഓക്കെ, and how many kilogram do you weight? That you have to write. Maybe I think it may be 28 or 30 around it will be. Okay, if you are how much, that you have to write this much kilogram. Then so 12 children like you put together will weigh about how much? അപ്പൊ 12 കുട്ടികൾ അല്ലേ നിങ്ങളെ പോലെ ഉള്ളത് വെയ് ചെയ്താൽ എത്രയാവും? You have to do it. That is maybe if 26 okay, 26 into 12, that is around 2, 4, then 5. Here like this you have to do. Okay, 6, 2. I am taking this as 26. Then 2, 1, 3. So altogether how much? 312 to 3. It will be around 400 kilogram. I am taking only 26 now. Then how much children put more does the whale shark weigh than 12 children like you put together? ഇപ്പൊ 12 കുട്ടികള് നിങ്ങളെ പോലെ വെയ് ചെയ്താലും എന്താണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് 312 മാത്രമാണ് അല്ലെ? പക്ഷെ ആക്ച്വൽ വെയിറ്റ് എത്രയാണ്? 16,000 കിലോഗ്രാം ആണ് വെയിറ്റ്. അപ്പൊ 12 കുട്ടികൾ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാല് എത്രത്തോളം വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ 12,000/12 ചെയ്യണം. The fish tail. To see the difference between whales and fish, look carefully at their tails. അപ്പൊ വെയിൽസിന്റെയും ഫിഷിന്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ അവരുടെ എന്താണ് വാലിൽ നോക്കുക, ടെയിലിൽ നോക്കുക. Can you see the fish tail stands flat along its body? അപ്പൊ ഫിഷിന്റെ ടെയിൽ വന്നിട്ട് ഫ്ലാറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? But the whale of the tail almost look like 2 legs. വെയിലിന്റെ ആണെങ്കിലോ 2 കാലുകളുള്ള പോലെയാണ് അത് കാണുക. Can you spot the fish in the figure? Fish, it is a straight അല്ലെ? Stands flat along its body. Flat along its body എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്? This one is the fish. Okay, then next school of fish. Fish like to swim together in a sea in big groups അല്ലെ? മീനുകൾക്ക് എന്താണ് കൂട്ടത്തോടെ നീന്താനാണ് താല്പര്യം. അതിനെയാണ് സ്കൂൾസ് ഓഫ് ഫിഷ് അല്ലെ? ഇംഗ്ലീഷിൽ ഒരു വേർഡ് ആണ് സ്കൂൾസ് ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. മീനുകൾ കൂട്ടത്തോടെ പോകുന്നതിന്. In the school they feel safe from the bigger fish. സ്കൂളിലാണെങ്കിൽ എന്താണ് ബിഗർ ഫിഷിൽ നിന്നൊക്കെ അവർക്ക് സേഫ് ആയതുപോലെ അല്ലെ? നിങ്ങളൊക്കെ വിചാരിക്കില്ലേ സ്കൂൾ is the safe place for all students. To scare away the bigger fish, some fish, small fish drink up a lot of water, swell up and look bigger. അപ്പൊ വലിയ മീനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ മീനുകൾ എന്താ ചെയ്യുക? ധാരാളം വെള്ളം കുടിക്കും അല്ലെ? അപ്പൊ എന്താണ് അവരുടെ വയറിങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പൊ എന്താ? It seems to be like that of a bigger fish. Jinsey used the shapes to making drawings of fish. Now you also use some shapes to draw the different sea animals. അല്ലെ? അപ്പൊ ഈ കുട്ടി എന്താ ചെയ്തിരിക്കുന്നത്? പല ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വരച്ചിരിക്കുകയാണ് അല്ലെ? ഓരോ പിക്ചർ വരച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ടെയിലും ബോഡിയും ഒക്കെ വരച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. This is one is given. അപ്പൊ sea animals നോക്കൂ. Sea urchin, lobster, red snapper and eel. ഈ ഈലും റെഡ് സ്നാപ്പറും ലോബ്സ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? Then next coming, which of these animals have you seen before? ഏതൊക്കെയാ ഉള്ളത്? octopus, clam, parrotfish,
prawn, cuttlefish, jellyfish, squid, crab, silver pomfret. Which of these sea animals have you seen before? I think many of you have seen before everything, because here and all we are having many exhibition be conducted. Then in the zoo also we can see different types of fish, patterns of fish also we can see. Alle? Fishermen in their boats. How many of you have seen the sea? Where did you see it? Did you see it in a movie or a real? How deep you think the sea could be? Find out. അപ്പം നിങ്ങളിൽ എത്ര പേരാണ് കടൽ കണ്ടിട്ടുള്ളത്? എവിടെ വെച്ചാണ് അത് കണ്ടതെന്നും എവിടെയാ കണ്ടതെന്നുള്ളതൊക്കെ ഇവിടെ എഴുതുക. നിങ്ങൾ എല്ലാവരും ഓരോ കടലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ എഴുതുക. ഡു യു നോ ഹൗ ടു സ്വിം? വുഡ് യു ബി സ്കെയർഡ് ഓഫ് ദ ഹൈ സീ വേവ്സ്? നിങ്ങൾക്ക് നീന്താനൊക്കെ അറിയോ? ചില കുട്ടികൾക്കൊക്കെ നീന്താൻ അറിയാം അല്ലെ? അപ്പോ ഈ വലിയ തിരമാലകളൊക്കെ വരുമ്പോ അതിൽ നീന്താൻ അല്ല, അതിലുള്ള നമുക്ക് ശക്തിയില്ല. വേവ്സ് വരുമ്പോൾ നമ്മൾ അടിച്ചു പോവുക ചെയ്യുക അല്ലെ? കാരണം there are bigger waves coming. We are only at the average of 26 to 30 kilogram അല്ലെ? അത്ര മാത്രമേ വെയിറ്റ് ഉണ്ടാവൂ. Then close your eyes and imagine the sea with waves rising high. How high do you think the waves go? അപ്പൊ എന്താണ്, നമ്മൾ കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക, അലകൾ ഇങ്ങനെ പൊന്തി പോണ പോലെ. അപ്പൊ എത്രത്തോളം പൊന്തും, അത് നല്ല ഹൈറ്റ് വരെ പൊന്താൻ സാധ്യതയുണ്ട് അല്ലെ? ഇമാജിൻ ദാറ്റ് there are fishermen in the boat going up and down with the waves അല്ലെ? ഫിഷർമാൻ ഉണ്ട് ബോട്ടില്, അവരെന്താണ് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. they start their trip when it is still dark. അപ്പൊ അവര് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഇരുട്ടായപ്പോഴും ട്രിപ്പ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. Some go on a simple boat made from logs of wood tied together. അപ്പൊ ചിലരെന്താണ് കുറെ മരപ്പലകൾ കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടിയിട്ടാണ് പോയി തുടങ്ങിയത്. If the sea is rough with very high tides and strong wind, then these fishermen have a very difficult time. അപ്പൊ എന്താ പറയുന്നത്? ഫിഷർമാൻ ഇൻ ദ ബോട്ട് ഗോയിങ് അപ്പ് അല്ലെ? ഫിഷർമാനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് മുകളിലേക്കും താഴേക്കുമായിട്ട് ആ വേവ്സിന്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായാലും എന്താണ്, അവര് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, കാരണം അവരുടെ ഒരു ജോലിയാണത് അല്ലെ? തൊഴിലാണ്. സോ ഗോൺ സം ഗോൺ ഇസ്, ചിലവരാണെങ്കിൽ ചെറിയ ബോട്ടിലൊക്കെ പോകും. The sea is rough from very high tides. See here, these are the pictures of a log boat. The people are using the log boat. Here we can see a ship. Okay, very difficult time ആണെങ്കിലും എന്താണ്, ഈ കാറ്റൊക്കെ വീശുമ്പോൾ ഈ ബോട്ട് കിടന്ന് ആടാൻ തുടങ്ങും. ബോട്ട് മീൻസ് log boat. These log boats do not go very far. If the wind is helpful, they travel about 4 kilometers in 1 hour. അതായത് വലിയ ദൂരത്തേക്കൊന്നും ഇവർക്ക് പോകാൻ പറ്റില്ല അല്ലെ? ഈ അലകൾ അടിച്ചാൽ തന്നെ ബോട്ട് മറിയും. അപ്പൊ എന്താ, വിൻഡ് ഒക്കെ ഉള്ള സമയത്ത് 1 മണിക്കൂറിൽ എത്ര 4 കിലോമീറ്റർ വരെ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. How long will they go to a distance of 10 kilometer? 10 കിലോമീറ്റർ പോകണമെങ്കിൽ എത്രത്തോളം അവർക്ക് സമയം വേണം? 1 hourലാണ് 4 കിലോമീറ്റർ അല്ലെ? അപ്പൊ 2 hourൽ എത്രയാണ് അവര് ട്രാവൽ ചെയ്യാം? 2 hourലാവുമ്പോ 8 കിലോമീറ്റർ ട്രാവൽ ചെയ്യും അല്ലെ? പിന്നെ 10 കിലോമീറ്റർ ആണെങ്കിലോ 2.5 hours എടുക്കും. 2.5 hour എടുക്കും അവര് യാത്ര ചെയ്യാൻ. ഓക്കെ, then guess how far you can go in 1 hour if you walk fast. ഇപ്പൊ നമ്മളൊക്കെ നല്ല സ്പീഡിൽ നടക്കുകയാണ് അല്ലെ? സ്പീഡിൽ നടക്കുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും? മാക്സിമം 3 കിലോമീറ്റർ അല്ലെ? എങ്ങനെ പോയാലും ഒരു 3 കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് 1 മണിക്കൂറിൽ നടക്കാൻ പറ്റുള്ളൂ. Fisherman can feel the wind and look at the sun to find out which way to go. അപ്പൊ ഈ കാറ്റിന്റെ ദിശ നോക്കിയിട്ടും സൂര്യന്റെ വെളിച്ചം നോക്കിയിട്ടും ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. Many of us would get lost and not able to find out our way in the sea. നമ്മളൊക്കെ ആണെങ്കിൽ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? എന്നിട്ട് സീയില് നമുക്ക് വഴി അറിയാതിരിക്കും. And nothing else. Find out. Look at the sun and find out the direction from where it rises.
സൂര്യനിലേക്ക് നോക്കിയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാം. From where you are, what interesting thing do you see to your east? Name two things that are lying to your west. അപ്പം നിങ്ങളുടെ ഈസ്റ്റും വെസ്റ്റും എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എഴുതുക. Okay. What a catch! Out of the sea, fishermen look for a place where they hope to find a good catch for fish. അപ്പൊ അവർ എന്താണ് ഈ പരുതിക്കൊണ്ടിരിക്കുന്നത്? എവിടെ പോയാലാണ് നമുക്ക് മീനിനെ കിട്ടാൻ പറ്റുക, ലാർജ് ക്വാണ്ടിറ്റിയിൽ മീനിനെ. അപ്പൊ അവർക്ക് അതിൻ്റെയൊക്കെ പ്ലേസും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയാം. There they spread their net. അവിടേക്കാണ് അവർ വല വീശുക. They will have to wait for many hours for the fish to come into their nest. അപ്പൊ കുറെ നേരം അവർക്ക് കാത്തിരിക്കണം അല്ലെ, മീൻ അവരുടെ വലയിൽ പെടാൻ വേണ്ടി കുറെ നേരം കാത്തിരിക്കണം. Look at the different type of boats. ഇവിടെ എന്താ പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. Some boat have motors, go farther into the sea. ചില ബോട്ടുകൾക്ക് എന്തുണ്ടാവും? മോട്ടർ ഉണ്ടാവും. അവര് ദൂരേക്ക് പോവും, കടലില് ദൂരേക്ക് പോവും. Since they go far out, they can catch more fish. അപ്പൊ അവർക്ക് കുറെ ദൂരം പോകാൻ പറ്റുന്നത് കൊണ്ട് എന്താണ്, ധാരാളം മീനിനെ പിടിക്കാൻ പറ്റും. These boats travel faster at the speed of. അപ്പൊ ഈ ബോട്ട് എത്രത്തോളം യാത്ര ചെയ്യും? 20 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? കാരണം എന്താ, ഇറ്റ് ഈസ് എ മോട്ടർ ഫിക്സ്ഡ് ടു ഇറ്റ്. How far would the motor boat go in 3.5 hours? 1 hourൽ 20 കിലോമീറ്റർ ആണെങ്കിൽ 3 hours എത്രയാവും? So we have to it is 20 into 3. How much it is? It is 60. Okay. It is not able to draw. That's the reason. 60 കിലോമീറ്റർ അല്ലെ? പിന്നെ എന്താണ്, 1 hourലാണ് 20. അപ്പൊ പകുതിയാണെങ്കിലോ 10. അപ്പൊ 60 plus 10 എത്രയാ? That is 70. Okay. അപ്പൊ 3.5 hourൽ എത്ര കിലോമീറ്റേഴ്സ് എന്നാ പറഞ്ഞ? That means എത്ര? 70 kilometer they can travel. Okay. Do you understand that? I'll repeat once more. That is, they are saying in 1 kilometer they can travel how much kilometer? 20 kilometer അല്ലേ? അപ്പൊ 3.5 അവിടെ നിർത്തിയിട്ട് 3 മണിക്കൂർ ആകുമ്പോ എത്ര കിലോമീറ്റർ? 60 കിലോമീറ്റർ. പിന്നെ ഹാഫിലോ അതിന്റെ പകുതി, 20യുടെ പകുതി 10. So 60 plus 10 is equal to 70 kilometer. How much time will they take to go 85 kilometer? 85 kilometer. 3.5 എത്രയാണ്? 70 kilometers അല്ലേ? പിന്നെ 3.5 70 ആണെങ്കിൽ ഇതിന്റെ കൂടെ 15 ആണ് ആഡ് ചെയ്യേണ്ടത്. 15 ആഡ് ചെയ്താ പറഞ്ഞ 1 hourൽ നമുക്ക് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 20 കിലോമീറ്റർ ആണ്. അപ്പം 85 നമുക്ക് ഇനി ആവശ്യമുള്ളൂ. സോ 15 ഓൺലി നീഡഡ് അല്ലേ? 15 ഓൺലി നീഡഡ്. അപ്പൊ എത്രയാണ് ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ? ഹൗ മച്ച്? ഇറ്റ് ഈസ് 10 കിലോമീറ്റർ. സോ 10 ഇന്റെയും ഹാഫ് അല്ലേ? 10 കിലോമീറ്റർ ആണ് ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത്. ഹാഫ് അവർ ഇഫ് യു ആർ ടേക്കിംഗ് ഇത്. അപ്പൊ എത്രയാ ആക്ച്വലി? 3.5 is 70. So 4 hours it takes approximately. As 3.5 is 70, 4 kilometers will be 80. So 81/4 time it will take. 4.4 മണിക്കൂറാണ് അതെടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ 70 കിലോമീറ്റർ നമ്മൾ എത്രയാ പറഞ്ഞ്? 70 കിലോമീറ്റർ നമ്മൾ പറഞ്ഞത് 3.5 hours അല്ലെ? ഇനി ഒരു മണിക്കൂറും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താവും? 90 കിലോമീറ്റർ ആണ് എടുക്കുക. നമുക്ക് വേണ്ടത് എത്രയാ? 85 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുക. 20യുടെ പകുതി എടുക്കുമ്പോ എത്രയാവും? 10 കിലോമീറ്റർ മതി അല്ലെ? അപ്പൊ അത് ആ 10 ഇവിടെ കൊടുക്കുമ്പോ എത്രയായി? 80 കിലോമീറ്റർ. പിന്നെ എന്താണ്? 10ന്റെ പകുതി എടുക്കുക. 10ന്റെ പകുതി എടുക്കുമ്പോ 5. സോ ആക്ച്വലി 1/4 അല്ലെ? കാരണം 20യുടെ 1/5 ആണ് നമ്മൾ എടുത്തത്. 1/5 എടുക്കുമ്പോ മാത്രമേ എന്ത് വരുള്ളൂ? 1/4 എടുക്കുമ്പോ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ അല്ലെ? ഞാൻ അതൊന്നും കൂടെ കാണിച്ചു തരാം. സി 70യുടെ കൂടെ 20 കിലോമീറ്റർ ആഡ് ചെയ്താൽ 90 കിട്ടും. നമുക്ക് അത്രയും ആവശ്യമില്ല, നമുക്ക് 85 ആവശ്യമുള്ളൂ. അപ്പൊ 1 hourൽ 20 പറയുമ്പോ ഹാഫ് അവറിൽ എത്രയാണ്? 10. അപ്പൊ 70 plus 10 80.
പിന്നെ ആ 10ന്റെ എന്താ നമുക്ക് എടുക്കേണ്ടത്? ആ 10ന്റെ പകുതിയാണ് നമുക്ക് എടുക്കേണ്ടത്. സി ഹിയർ. അപ്പൊ ആ 10ന്റെ പകുതി എന്ന് പറയുമ്പോൾ 20 into 1/4. അപ്പൊ 20യുടെ 1/4 that is equal to 5. Okay, is it clear? അപ്പൊ 4 1/4 hour ആണ് നമുക്ക് ഡിസ്റ്റൻസ് എടുത്തത്. See here, ഇതെന്താ? മോട്ടോർ ബോട്ട് carrying fish, long tail boat, big machine boat, traveler. But the fishermen are now very worried. There are some big machine boats in their business, അതായത് travelers. They go far out and put their big nets deep in the sea. This way they collect a lot of fish, leaving very few near the seashore. They also stay on the sea for many days. These big machine boats also catch the small baby fish which have yet to grow up. Fishermen in the smaller boats always let the baby fish pass through their nets to go back into the sea. They choose a net size in which a way they can grown up fish are caught. For hundreds of years. അപ്പോൾ ഇതിൽ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ കടലിലാണെങ്കിൽ ഫിഷർമാന് ഇവരുടെ ഈ ചെറിയ ചെറിയ ബോട്ടുകളില്ലേ, അതൊന്നും അത് പോകുന്നുണ്ടെങ്കിലും വലിയ മോട്ടോർ, ദറ്റ് ഈസ് ബിഗ് മെഷീൻ ബോട്ട്സ്, ട്രാവലേഴ്സ് ആണ് കണ്ടമാനം ഇരിക്കുന്നത്. അവരെന്താ ചെയ്യുക? കടലിന്റെ ആഴത്തിലേക്ക് നെറ്റ് ഇട്ടിട്ട് അവിടെ ഈ കുഞ്ഞു മീനുകളെ പോലും പെറുക്കി കൊണ്ടുവരും അല്ലെ. ഇവരുടെ സൂത്രം എന്താന്ന് പറഞ്ഞാൽ ഇവരെന്ത് ടെക്നിക്കാ ഉപയോഗിക്കുന്നത്? ഇവര് ബിഗ് ഫിഷിന് മാത്രം എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോളാണ് ഇവരുടെ നെറ്റില് പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്മോൾ ഫിഷിനൊക്കെ കടലിലേക്ക് തിരിച്ചു പോവാം. ബിഗ് മെഷീൻസിലാണെങ്കിലും അവർ എല്ലാ ഫിഷിനെയും കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ സ്കാർസിറ്റി ഓഫ് ഫിഷ് വിൽ ബി there. For hundreds of years, fishermen have cared for the sea and its fishes and fish only a little to eat and sell. അപ്പൊ എന്താണ്? അവർ കടലിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുമായിരുന്നു അല്ലെ. ഈ ഫിഷർമാൻ എന്താണ്? അവർ കടലിലേക്ക് കുറച്ച് അവർക്ക് ആവശ്യമുള്ള ഫിഷും പിന്നെ വിൽക്കാനുള്ള, അതായത് കുറച്ച് മാത്രമേ ഫിഷ് അവര് കടലിൽ നിന്നും എടുക്കാറുള്ളൂ. പക്ഷെ ട്രോളേഴ്സ് ആണെങ്കിൽ തൗസൻഡ്സ് ഓഫ് കിലോഗ്രാംസ് ഓഫ് ഫിഷ് ആണ് അവർ കടലിൽ നിന്ന് ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത്. ഒരു മീനിനെ പോലും അവർ കടലിലേക്ക് വിടാറില്ല. Write a news report about the dangers faced by the fishes in our rivers and seas. So from this we are able to understand what are difficulties did the fisherman and the sea suffer. Which boat gets how much? In one trip, the log boat brings about 20 kg of fish, but other type of boats bring a bigger catch as given in the table. The table also shows the speed of each type of boat. Goes in 1 hour. Look at the table and calculate. അപ്പോൾ ഇതിൽ എന്താ തന്നിരിക്കുന്നത്? About how much fish അല്ലെ, how much fish in all which each type of boat bring in 7 trips. ഓരോ മണിക്കൂറിലും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. How far can a motor boat go in 6 hours? If a long tail boat has to travel 60 kilometers, how long it will take? How much fish in all will each type of boat bring in 7 trips? അപ്പൊ 7 ട്രിപ്പിൽ എത്രമാത്രമാണ് ഓരോ ഇതും കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 20 into എല്ലാത്തിൻ്റെയും കൂടെ into 7 ചെയ്യാം. All each type of boat bring in 7 trips എന്ന് പറയുമ്പോൾ catch of fish ഇന് ഒരു ട്രിപ്പിന്റെ കാര്യമാണ് 20. അപ്പൊ 7 trips ആണെങ്കിൽ ഇവിടെ എന്താ എഴുതുക? ഇറ്റ് ഈസ് 140. ഓക്കെ, see here it is 140. Then next one, 600 into 7, that is what is 6 into 7? You have to write here 600 into 7. What they will give? 7 into 0 7, 7 into 0 7, then again 7 into 6, that is being found as 42. So 4200 it is the next rate. Likewise you have to draw each one. You have to calculate each one. Then next step, 800 into 7, 5600. Then 6000 into 7, 42,000. Okay, that much it will carry in each
each trip. Can a motorboat go in 6 hours? Motorboat 6 hours എത്ര കിലോമീറ്റർ? മോട്ടോർ എവിടെയാ ഇത് അല്ലെ? 20 കിലോമീറ്റർ ആണ് 1 hour. അപ്പൊ എത്ര പ്രാവശ്യം അവർ പറയണ? 6 hours എത്ര പ്രാവശ്യം അല്ലെ? See here, motorboat 20 kilometer per hour. അപ്പൊ 6 hours എത്രയാണ്? 120 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുക. Then if a long tail boat has to travel 60 kilometer, how long will it take? Long tail ബോട്ടിന് എത്രയാണ്? 12 കിലോമീറ്റർ ആണ് പെർ അവറിൽ. അപ്പൊ 60 കിലോമീറ്റർ ആണെങ്കിലോ 60, അപ്പൊ എന്താ ചെയ്യാ? 60 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 is the answer. 5 kilometer is the answer. Okay. Then some big numbers. In class 4 math magic you learned a number. What is that? Lakh. Lakhine kurichana nammal kettadu, which is equal to 100,000. You had read that there are about 1 lakh brick kilns in our country. Which bricks are made? What other things have you heard in lakhs? appo lakhs ine kuricha ningal endakkiya kette? 4th സ്റ്റാൻഡേർഡിൽ നമ്മൾ കിൽ അല്ലെ ബ്രിക്സ് ഉണ്ടാക്കുന്ന സ്ഥലത്തില് ഇത്രമാത്രം ബ്രിക്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് പഠിച്ചു അല്ലെ. പിന്നെ വേറെ ഏതിനൊക്കെ കുറിച്ചാണ് ഈ ലാക്സുമായി സംബന്ധമായത് കേട്ടിരിക്കണേ? റൈറ്റ് ദ നമ്പർ 1000. നൗ റൈറ്റ് 100,000. ഹൗ മെനി സീറോസ് ആർ ദർ ഇൻ ദ നമ്പർ 1 lakh? There are about 2 lakh boats in our country. അല്ലെ? അപ്പൊ ലാക്ക് എന്ന് എഴുതുമ്പോ see here this one, 5 zeros will be there. Unit, 10, 100, 1000, 10,000, lakh. Okay. What other things have you heard in വേറെ ഏതൊക്കെയാണ് നിങ്ങൾ ലാക്കിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്? There are about 2 lakh boats in our country. Half of them are without a motor. അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്താണ് 2 ലക്ഷത്തോളം ബോട്ട് ഉണ്ട്, പക്ഷെ പലതിനും എന്താ മോട്ടർ ഇല്ല. What is the number of boats with a motor? അപ്പൊ മോട്ടർ ഉള്ള ബോട്ടുകൾ എത്രണ്ണമാണ്? About 1/4 of the boat with a motor are big machine boats. അപ്പൊ അതിന്റെ 1/4 ഭാഗത്തോളം ബോട്ടുകൾ എന്താണ്? വലിയ മെഷീൻ ബോട്ട്സ് ആണ്. How many thousand machine boats are there? എത്ര മെഷീൻ ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്? അത് ട്രൈ ചെയ്തിട്ട് ട്രൈ ടു ഡു ഇറ്റ് വിത്തൗട്ട് റൈറ്റിംഗ് ഡൗൺ. അപ്പൊ അത് നമ്മൾ ചെയ്യുക, എഴുതാതെ തന്നെ അത് ചെയ്യാൻ നോക്കുക. We might wonder about the number of people whose lives are related to fish. അപ്പൊ ധാരാളം ജനങ്ങള് ഈ മീൻ സംബന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. In all there are about 100 lakh fish workers. അപ്പൊ അതിൽ ആകമാനം എത്രയാണ്? 100 ലക്ഷത്തോളം എന്താ മീൻ ജോലിയിൽ ഉള്ളവരുണ്ട് അല്ലെ. 100 lakh എന്നാ പറയുന്നത്. Who catch fish, clean and sell them, make and repair nets and boats. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഷർമാൻ മാത്രമല്ല, മീൻ പിടിച്ച് അത് കഴുകി വിൽക്കുന്നവര്, പിന്നെ നെറ്റ് റിപ്പയർ ചെയ്യുന്ന, ബോട്ട് ഉണ്ടാക്കുന്നവര്, ഇതൊക്കെ അതിൽ പെടും. ഓക്കെ. 100 lakh is called as crore. Where you have heard of the crore? What was the number used for? അപ്പൊ നമ്മളിപ്പോൾ എന്താ പറഞ്ഞ? ലക്ഷത്തിന് 5 ഉണ്ട് അല്ലെ. ഇതാവുമ്പോ എത്രയാണ്? 10 ലക്ഷമായി. പിന്നെയോ ഇനി ഒരു 0 കൂടെ ചേർത്ത് എത്രയായി? ക്രോറായി. അപ്പൊ 3670. ഓക്കെ. നമ്പർ ഓൺ 1 crore. Don't get lost in all these zeros. അപ്പൊ എന്താണ്? എല്ലാ സീറോസും നമ്മള് 7 zeros അല്ലെ. One, 2, 3, 4, 5, 6, 7. 7 zeros we had to use. Writing the number 1 crore, don't get lost in the zeros. The fish market. Have you been to a fish market?
if you might know why a very noisy place in sometimes a fish market. A mean market എപ്പോഴും എന്താണ് നല്ല ഒച്ചയുള്ള സ്ഥലം അല്ലേ? is a busy today. എപ്പോഴാണെങ്കിൽ നല്ല ബിസിയുമാണ്. Many boats have brought a good catch. അപ്പോൾ പല ബോട്ടുകളും എന്താണ് ധാരാളം മീനുകളെ കൊണ്ടുവരാറുണ്ട്. The fisherwomen are shouting out at the prices for the buyers. അപ്പൊ ഈ പെണ്ണുങ്ങളാണ് അവിടെ ഇരുന്ന് എന്താണ് നല്ലോണം ഒച്ച വെക്കുന്നത് അല്ലെ? മീനിന്റെ വില പറഞ്ഞിട്ട് അവര് ഒച്ചയിടുകയാണ്. മീൻ come here take sardines at 40 a kg. 1 കിലോയ്ക്ക് എത്രയാ? 40 രൂപയാ. അപ്പൊ ഗ്രേസി പറയുക എന്താ? never so cheap, get swordfish for 60 a kg. അപ്പൊ ഈ swordfish വാൾ പോലത്തെ ഉള്ള മീൻ അല്ലെ, അതിന് എത്രയാ? 60 രൂപയാണ് 1 കിലോന്. ഫ്ലോറമ സെൽസ് പ്രോൺസ് ഫോർ rupees 150 a kg. അപ്പൊ ഫ്ലോറമ എന്ത് ചെയ്തു? പ്രോൺസിനെ സെല് ചെയ്തു. എത്രയാ? 150 1 കിലോയ്ക്ക്. കർത്തമ സെൽസ് സ്ക്വാഡ് ഫോർ rupees 50 a kg. കർത്തമ എന്ത് ചെയ്തു? സ്ക്വൈഡിനെ സെല് ചെയ്തു. എത്ര രൂപയ്ക്കാ? 1 കിലോന് 50. ലുക്ക് ഫസീല ക്യാൻ ഹാർഡ്ലി ക്യാരി ദിസ് ബിഗ് കിങ്ഫിഷ് ഷീ സേസ്. ഫസീലയ്ക്ക് എന്താണ് നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലെ ആ മീനിനെ തൂക്കിക്കൊണ്ടുവരാൻ തന്നെ. എത്ര? 8 കിലോ ആണ് ആ മീന്. അപ്പൊ അതിന്റെ പ്രൈസ് എത്രയാ? The fish weighs 8 kg. It will sell the whole for rupees 1200. 1200 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. പ്രാക്ടീസ് ടൈം. At what price did Fazila sell the kingfish? എത്ര രൂപയ്ക്കാണ് ഫിഷ്? 1200. See here. ഫസീലയുടെയാണ് കാര്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ? This one she is selling for 1200. 1200 rupees she is selling. Florama has sold 10 kilo prawns today. How much money did she get for it? Florama sells prawn for 150 a kg. 150 a kg പറയുമ്പോൾ എത്രയാ വരിക? 1 കിലോനാണ് അവരെന്ത് പറഞ്ഞിരിക്കുന്നത്? 150 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്മൾ എത്രയാ വാങ്ങിക്കാൻ പോകുന്നത്? 10 കിലോ. സോ 150 into 10, that is 1500 kg. Okay. Then Gracie sold 6 kg swordfish. ഗ്രേസിയുടെ കാര്യം നമ്മൾ എന്താ പറഞ്ഞ? 60 ആണ് 1 കിലോന്. അപ്പോ 6 കിലോയ്ക്ക് എത്രയാണ്? How many kilo of sardines did Minnie sell? Minnie has earned as much money as Gracie അല്ലേ? 6 കിലോ 1 കിലോന് 60. അപ്പൊ 6 കിലോ എന്ന് പറയുമ്പോൾ 60 into 6, that is equal to 360 kg. 60യുടെ കൂടെ 1 കിലോ ആണ് 60 അല്ലേ? അപ്പൊ ആ ഗ്രേസിക്ക് എത്രയാ വേണ്ടത്? 6 കിലോ സ്പോർട്സ് ഫിഷ് ആണ് സെല് ചെയ്തത്. That is equal to 360. As much money as Gracie. മിനിയുടെ കാര്യം എന്താണ്? 40 അല്ലേ? 40. അപ്പൊ how many kilograms sardines മിനി സെല്ല്? മിനിക്കും ഇതുപോലെ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാവും മിനി വിറ്റിട്ടുണ്ടാവുക? അതറിയണമെങ്കിൽ എന്താ? മിനി 1 കിലോന് എത്ര സാർഡിൻസാ വിറ്റിട്ടുണ്ടായിരുന്നത്? 40 അല്ലെ? 40 ആണ് 1 കിലോ. അപ്പൊ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടിയത് എത്രയാ? 360. അപ്പൊ 360 ഡിവൈഡഡ് ബൈ എത്ര? 40 ചെയ്യാം. ഓക്കെ, 360 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 9. ഓക്കെ, 360. അപ്പൊ 9 കിലോ ആണ് ആര് വിറ്റത്? മിനി വിറ്റത്. ഗ്രേസി 6 കിലോ ഫിഷ്. 1 കിലോ ഫിഷിന് 60 rupees. അപ്പൊ 6 കിലോനാവുമ്പോ 360. ഗ്രേസി ആണെങ്കിൽ ഗ്രേസിയുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ മിനിയെ സെല് ചെയ്തത് എത്രയാണ്? 40 kg അല്ലെ? അപ്പൊ എത്ര കിലോ വിറ്റുണ്ടാവും? 9 കിലോ വിറ്റുണ്ടാവും. ബഷീർ ഹാസ് ₹100. He spent 1/4 of the money on squid and another 3/4 on prawns. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ക്വിഡിന്റെയും പ്രോണിന്റെയും വില എഴുതി വെക്കണം അല്ലെ? സ്ക്വിഡിന് എന്താ വില? See here, what is the rate of squid? The rate of squid, it is 50 rupees. പ്രോണിനാണെങ്കിലോ 150 അല്ലെ? ബഷീറിന്റെ കയ്യിൽ എത്ര രൂപയുള്ളത്? 100 രൂപയുണ്ട്. അപ്പൊ ആ 100 രൂപയുടെ എന്താ എടുക്കണ്ടേ നമുക്ക്? 1/4. 1/4 ആണ് ഏതിനു വേണ്ടി ചെലവാക്കിയത്? സ്ക്വിഡിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ 100 രൂപയുടെ 1/4 എന്ന് പറയുന്നത് എത്രയാണ്? See here,
4 it is cancelled with 100. How many times? 25 times. അല്ലേ? 25 into 4 എന്ന് പറയുന്നതാണ് എന്ത്? 100. അതായത് 4ഉം 10ഉം കൂടെ പോകുമ്പോൾ എത്രയാവും? 2. അല്ലേ? ഇനി ബാക്കി ഇതിൽ 8 ആണ് പോവുക. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ 8. ബാക്കി റിമൈനിങ് 2. ആ 2 ഈ സീറോയിൽ ചേരുമ്പോൾ എത്ര? 20 ആവും. 20ൽ 4 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അപ്പോൾ 25ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 25 എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? സ്ക്വിഡ് അല്ലേ? സ്ക്വിഡ് 1 കിലോയ്ക്ക് 25 ആണ്. അപ്പോൾ 1 കിലോയ്ക്ക് 50 ആണ്. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ എത്ര കിലോ ആയിട്ടാണ് വരിക? അര കിലോ. ഓക്കെ, ഹാഫ് kg. Then how many kilogram prawn? ബാക്കി എത്ര രൂപയുള്ളത്? 75 രൂപ. നമുക്കറിയാം എന്താണ് പ്രോണിന്റെ വില എത്രയാ? 1 കിലോന് 150 രൂപ. See here, it is the weight of the prawn is 150 kg. This is the skewed. ബാലൻസ് എത്രയുള്ളത് നമ്മുടെ കയ്യിൽ? 75 rupees ആണ്. അപ്പോൾ അത് എത്ര കിലോ ആവും? That also half kg. Okay. Next we talking. Try saying this fast. ഇത് ഫാസ്റ്റ് ആയിട്ട് പറയുക. Here is a tongue twister. Repeat it fast. She sells seashells on the seashore. She is sure that the shells that she sells will be there no more. You have to say it loudly. Okay, fastly. She sells seashells on the seashore. She is sure that the shells that she sells will be there no more. Women's Meangar Bank. The meeting of the Meangar Bank has just begun. Fasila is the president. 20 fisherwomen have made their own bank. Each saves ₹25 every month and put it in the bank. അപ്പോൾ 20 ഫിഷർമാൻ ആണ് അവരുടെ ബാങ്കിലുള്ളത് അല്ലേ? എന്നിട്ട് ഓരോ മാസവും അവർ എത്ര രൂപയാണ് സേവ് ചെയ്യുക? ₹25. എല്ലാ മാസവും 25 രൂപ വീതമാണ് അവർ ഇടുന്നത് അല്ലേ? Put it in the bank. How much money does the group collect each month? എത്ര പേരാ ഉള്ളത്? 20 ആൾക്കാരുണ്ട്. 20 ആൾക്കാരാണ് എത്ര രൂപ വെച്ചിട്ട് കളക്ട് ചെയ്യണത്? 25 രൂപ വെച്ചിട്ട് കളക്ട് ചെയ്യണത്. അപ്പോൾ ഓൾ ടുഗദർ എത്ര ഉണ്ടാകും? Just do the multiplication. Okay, 25 into 2 എന്ന് പറയുന്നത് എത്രയാ? നോക്കൂ, 25 into 2 we know it is 50 അല്ലേ? അപ്പോൾ പിന്നെ ഒരു 0 കൂടെ റിമൈനിങ് ഉണ്ട്. അപ്പോൾ എത്ര രൂപയായി? 500 rupees ആയി. അപ്പോൾ ഓരോ മാസവും 500 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. Will be collected in 10 years. എത്ര രൂപയാണ് 10 വർഷം കൊണ്ട് കളക്ട് ചെയ്യുക? നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? 20 ആൾക്കാരുണ്ട്, 25 രൂപ ഓരോ മാസവും ഇടും അല്ലേ? അങ്ങനെ ഓരോ മാസവും ഇടുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ഒരു മാസം 500 രൂപ കിട്ടും. അപ്പൊ 10 വർഷം കൊണ്ട് ഒരു വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 12 മാസമാണ് ഒരു വർഷം അല്ലേ? അപ്പൊ അങ്ങനെ എത്ര വർഷമാണ്? 10 വർഷം. അപ്പൊ 12 into 10 എത്ര മാസം കിട്ടി നമുക്ക്? 120 മാസം കിട്ടി. ഓക്കെ, ഇത് 120 ആയി. ഹൗ മച്ച് മണി? ഇനി മണി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? 500 into എത്ര ചെയ്യണം? 120 ചെയ്യണം അല്ലേ? അപ്പൊ 12 into 5 നമുക്കറിയാം എത്രയാണ്? 12 into 5 60. പിന്നെ ബാലൻസ് എത്ര സീറോ ഉണ്ട്? 1 2 3. 1 2 3. ഓക്കെ, അപ്പൊ 60,000 will be collected in 10 years. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എത്ര പേരായുള്ളത്? 20 persons ഉണ്ട് അല്ലെ? 20 ഫിഷർ വുമൺ ഉണ്ട്. അവർ ഓരോന്ന് പേര് എത്രയാ? 25 രൂപ ഓരോ മാസവും സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാസം എത്ര രൂപയായി? 500 രൂപയായി അല്ലേ? 10 വർഷം എടുക്കുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ് അല്ലേ? അപ്പൊ 10 വർഷം പറയുമ്പോൾ 120 മാസം നമുക്ക് ലഭിക്കും. ആ 120 മാസം 500 രൂപ വെച്ചിട്ട് അടച്ചാൽ എത്ര രൂപ കിട്ടും? 60,000 രൂപ കിട്ടും. ഓക്കെ, പ്രാക്ടീസ് ടൈം. ഗ്രേസി നീഡ്സ് മണി ടു ബൈ എ നെറ്റ്. ഗ്രേസിക്ക് നെറ്റ് വാങ്ങിക്കാൻ മണി വേണം അല്ലേ? ജാൻസിയും സിസ്റ്ററിനോ ബോട്ട് വാങ്ങിക്കാൻ, ലോഗ് ബോട്ട് വാങ്ങിക്കാനാണ് മണി വേണ്ടത്. സോ ദേ ടേക്ക് എ ലോൺ ഫ്രം ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ദേ വിൽ റിട്ടേൺ ഇറ്റ് വിത്ത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് സഹിതം അവരത് അടയ്ക്കും അതിലേക്ക്. ഗ്രേസി ടുക്ക് എ ലോൺ എത്ര രൂപയ്ക്കാ? 4000 രൂപയ്ക്ക് ഒരു നെറ്റ് വാങ്ങിക്കണം.
She paid back rupees 365 every month in 1 year. ഓരോ വർഷവും എത്ര വെച്ചിട്ട് അടയ്ക്കും? 345 രൂപ വെച്ചിട്ട് അടയ്ക്കും. How much money did she pay back in the every month for 1 year? Every month. ഇത് ശ്രദ്ധിച്ചേ, every month for 1 year. അപ്പൊ 12 മാസം 345 രൂപ 12 മാസം വെച്ചിട്ടാണ് അടയ്ക്കുന്നത് അല്ലേ? See here, 5 into 2 10 0, 4 into 2 8, balance 1 9, 2 into 3 6, പിന്നെ 1 into 5 5, 1 into 4 4, 1 into 3 3. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഏറ്റവും അറ്റത്ത് എന്താ ഉള്ളത്? 0. 9 plus 5 എത്രയാ? 14, balance 1. 6 plus 4 10 അല്ലേ? 10 plus 1 11, പിന്നെ 3 plus 1 4. മനസ്സിലായോ? അതായത് 345 into 12 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഗ്രേസി എന്ത് ചെയ്തു? 4000 രൂപയ്ക്ക് ലോൺ എടുത്തു. ലോൺ എടുത്തിട്ട് ഗ്രേസി എന്താ ചെയ്യുന്നത്? 345 രൂപ 345 രൂപ ഓരോ മാസവും അടയ്ക്കുന്നുണ്ട് അല്ലെ? ഒരു വർഷത്തിൽ അടയ്ക്കുന്നുണ്ട്. ഒരു വർഷം പറയണത് എത്രയാ? 12 മാസമാണ്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ എല്ലാവർക്കും? എങ്ങനെയാ? 2 into 5 10, 0 ഇവിടെ എഴുതുക. 2 into 4 8, ബാലൻസ് 1 9, 2 into 3 6, 1 into 5 5, 1 into 4 4, 1 into 3 3. ഒരു വര ഇട്ടിട്ട് ഈ 0 അതേപടി എഴുതുക. എന്നിട്ട് 9ഉം 5ഉം ആവുമ്പോൾ 14 1, 6ഉം 4ഉം 10, ബാലൻസ് 1 ഉണ്ട് അല്ലേ? അപ്പൊ 1, 3 plus 1 4. 4000 രൂപ അടച്ചിട്ട് ബാക്കി എത്രയുള്ളത്? 140 രൂപ ബാലൻസ് ഉണ്ട്. അതെന്താ അത്? അത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ആണ്. 140 രൂപയാണ് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത്, ജാൻസി ആൻഡ് സിസ്റ്റർ took a loan of 21,000 to buy a logboat. They paid a total of 23,520 in 1 year. How much did they pay back every month? എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എത്ര വീതമാണ് അവര് അടച്ചിട്ടുണ്ടാവുക അല്ലെ? അപ്പം ബാലൻസ് എത്രയാ? So to find out this, what we have to do, ജാൻസി സിസ്റ്റർ ആണ് ലോൺ എടുത്തിരിക്കുന്നത് അല്ലെ? 21,000 21,000 ബോട്ട് വാങ്ങിക്കാൻ വേണ്ടി. അവർ എത്ര അടച്ചത്? 23,520 ഒരു വർഷത്തിൽ അടച്ചു. അപ്പൊ ഓരോ മാസവും എത്ര വീതമാണ് അടച്ചതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? That we have to divide. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുക? 23,000 ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? 2,520ഓളം ഇൻട്രസ്റ്റ് രൂപയാണ് അല്ലെ? 23,000 see here, I will draw 23,520. okay, that we have to divide with what? 12 അല്ലേ? ഒരു വർഷത്തിൽ 12 മാസമാണ്. അപ്പൊ 23ൽ 12 പോവോ? ഇല്ല. അപ്പൊ ഒരു പ്രാവശ്യം. then 12. അപ്പൊ ഇവിടെ 12 ആവുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3ൽ നിന്ന് 2 പോകുമ്പോൾ 1, 2ൽ നിന്ന് 1 പോകുമ്പോൾ 1, പിന്നെ 5. അപ്പോഴോ? അപ്പൊ എത്ര പ്രാവശ്യ? 12 into 9 ചെയ്ത് നോക്കിയാൽ എത്രയാ കിട്ടുക? You have to do it. Okay, 12 into 9 ചെയ്യുമ്പോൾ 9 into 2 18, 108 കിട്ടും. ശ്രദ്ധിച്ചോളൂ. 12 ഇവിടെ എഴുതാം. into 9 ചെയ്തു. എത്രയാ? 8, 1 ബാലൻസ്. then 9 plus 1 10. അപ്പൊ 108 നമുക്ക് ഇവിടെ കിട്ടി. ആ 108 നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി 15 ന്ന് 8 മൈനസ് ചെയ്ത് നോക്കൂ. എത്ര കിട്ടിയേ? 7. ഓക്കെ, then ഈ 2 നമുക്ക് നേരെ താഴേക്ക് എഴുതുക. then ഈ 12 72, how much it is? 12 into 6. see here, 6 into 2 12, 1 remaining 1 balance 72 അല്ലേ? അപ്പൊ എത്ര പ്രാവശ്യ? 6 പ്രാവശ്യം.
പിന്നെ ഈ കിടക്കണ 0 നേരെ എടുത്തിട്ട് ഇവിടെ എഴുതുക. Sorry, this 0 you can directly write here. 720 ആണെങ്കിൽ 0 പ്രാവശ്യം അല്ലേ? അപ്പൊ 160 പ്രാവശ്യമാണ് എന്ത് ഇത് 160 വെച്ചിട്ടാണ് അവർ ഓരോ മാസവും അടച്ചിരിക്കുന്നത് അല്ലെ? 12 മാസം 160 വെച്ച് അടച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 23,520 rupees അവർക്ക് ലഭിച്ചത്. ഓക്കെ, then what we have to do here is here it is 9 not 6. See here it is 9. We have written wrongly. അതായത് 23,520 നെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആദ്യം 23 എഴുതി. 23 12 പോവില്ല, ഒരു പ്രാവശ്യമേ പോവുള്ളൂ അല്ലെ? അത് 12 എഴുതി. അപ്പൊ ഇത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. അപ്പൊ തൊട്ടടുത്തുള്ള 5 താഴെ നേരെ താഴെ ചോട്ടിൽ എഴുതി. എന്നിട്ട് 115ൽ 12 എത്ര പ്രാവശ്യം പോകും? 9 പ്രാവശ്യം പോകും. 108 അല്ലെ? അത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? ഈ 7 ഇവിടെ എഴുതി, ബാക്കിയുള്ള ബാലൻസ് ഉള്ള 720 നേരെ ചോട്ടിൽ എഴുതി. അപ്പൊ 12 എത്ര പ്രാവശ്യമാണ് 720 പോവുക എന്നുള്ളത് നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഹൗ മച്ച്? See here 6 6 പ്രാവശ്യം അല്ലേ? 72. So 1960 is the answer. ഓരോ മാസവും എത്ര വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നത്? 1960 രൂപ വെച്ചിട്ടാണ് അവര് ഓരോ മാസവും അടച്ചിട്ടുണ്ടായിരുന്നത്, 12 മാസവും അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അടയ്ക്കുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടിയത്? That is this much amount. How much it is? 23,520 ലഭിച്ചത്. ബാലൻസ് എന്താണ്? ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഓക്കെ, സോ എങ്ങനെ ചെയ്തെന്നുള്ളത് മനസ്സിലായില്ലേ? 23,520നെ 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആദ്യം 23 എടുക്കുക, അതിൽ എത്ര പ്രാവശ്യം പോകും നോക്കുക, പിന്നെ 520ൽ എത്ര പ്രാവശ്യം പോകും നോക്കുക. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് എന്താണ്? 108 എന്ന് എഴുതിയിരിക്കുന്നത്, 115 എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രാവശ്യം പോയപ്പോഴുള്ള കണക്കാണ്. 108 എന്നുള്ളത് 9 പ്രാവശ്യം, 720 എന്നുള്ളത് 60 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ബാക്കി 2,520 rupees എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, ആ വർഷത്തെ ഇൻട്രസ്റ്റ്. Earlier women did not go to the boat to fish, but now Jansi and some others are going to the boats during the day. Things are changing now and their banks helps them. They also have got a special bus to take their basket full of fish. അപ്പൊ എന്താണ്? ആദ്യകാലത്ത് ആണുങ്ങൾ മാത്രമേ കടലിൽ ഇറങ്ങാറുള്ളൂ അല്ലെ? ഇപ്പോഴാണെങ്കിൽ പകൽ സമയത്ത് പെണ്ണുങ്ങളും പോയി തുടങ്ങി. കാരണം അവർക്ക് ലോണൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. അപ്പൊ പെണ്ണുങ്ങളും പോയിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് ഇത് വിൽക്കാനുള്ള സ്പെഷ്യൽ ബസ്സൊക്കെ വരാറുണ്ട്. Why don't we start a new fish drying factory? അപ്പോഴാണ് ഒരു മീൻ ഉണക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചന വന്നത്. Also wanted the women of Meengar Bank. Meengar ബാങ്കിലത്തെ ആൾക്കാർക്കാണ് ഈ ചിന്ത വന്നത്. The Panchayat has given them some land for that. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് എന്താ ലഭിച്ചത്? കുറച്ച് നിലം ലഭിച്ചു, സ്ഥലം ലഭിച്ചു. Over the years they have saved rupees 74,000. They find out how much they will need for the factory. അപ്പൊ അവർക്ക് എന്താണ്? ഓൾ ടുഗദർ ഇത്രയും വർഷത്തിൽ അവർ 74,000 രൂപ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി. Fasila write the things they need to buy to begin. See the table for the cost of item. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഫസീല എഴുതി. ടോട്ടൽ കോസ്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. ബോർ വാല്യൂ ഫോർ ഫ്രഷ് വാട്ടർ എത്രയാണ്? പ്രൈസ് ഓഫ് ഈച്ച് 3,000 അല്ലെ? നമ്പർ ഓഫ് ഐറ്റംസ് 1. അപ്പൊ 3,000 ഒന്നാണ് ആവശ്യമുള്ളത് അല്ലെ? അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3,000 രൂപ തന്നെയാണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3,000 രൂപയാണ്. ബാംബൂ റാക്ക് ഫോർ ഫിഷ് ഡ്രൈയിങ്. രൂപ. ബാംബൂ റാക്ക് എത്രയാണ്? 2,000 രൂപയാണ് വില. അങ്ങനത്തെ എത്രണ്ണം വേണം? 20 എണ്ണം വേണം. അപ്പൊ എങ്ങനെയാണ്? 2,000 into 20 ചെയ്യുക. 2 into 2 എത്രയാ? 4 അല്ലെ? ബാക്കി എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 4 zeros
അവൈലബിൾ ആണ് അല്ലേ, 4 zeros. അപ്പൊ എത്രയാ, 40,000. അതുപോലെ സിമെന്റ് ടാങ്ക് എത്ര രൂപ, 1000 രൂപയാണ്. അങ്ങനത്തെ 4 എണ്ണം വാങ്ങണം. അപ്പൊ 4000. പിന്നെ ട്രേ ആൻഡ് നൈഫ് 300 രൂപയാണ് അതിന്റെ വില. അങ്ങനത്തെ എത്ര എണ്ണം വേണം, 20 എണ്ണം വേണം. അപ്പൊ 300 × 20, 3 × 2 6. ബാലൻസ് എത്ര സീറോയാണ്, 3 0. ബക്കറ്റ് എത്ര എണ്ണം വേണം, ബക്കറ്റ് ഇറ്റ് ഈസ് ₹75 അല്ലേ. അപ്പൊ അങ്ങനത്തെ എത്ര എണ്ണം വേണം, 20 എണ്ണം വെച്ചിട്ട് വേണം ബക്കറ്റ്. അപ്പൊ സോ ദ ടോട്ടൽ കോസ്റ്റ് ഇറ്റ് ഈസ് 75 × 20. So the amount will be, what is 75 × 2? 75 × 2 it is 150. 150, so 0 it is remaining. അപ്പൊ 1500 രൂപയാണ് വേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ, ബോർവെൽ ഫോർ ഫ്രഷ് വാട്ടർ അല്ലേ. ഫ്രഷ് വാട്ടർ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ബോർവെല്ല്, അതിന്റെ പ്രൈസ് ₹3000, 3000 രൂപ. എത്ര ഐറ്റംസ്, ഒരു ഐറ്റം. അപ്പൊ കോസ്റ്റ് 3000 രൂപ. ബാംബൂ റാക്ക് ഫോർ ഫിഷ് ഡ്രൈങ്, മീൻ ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് വേണം. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 2000 രൂപ. സോ നമ്പർ ഓഫ് ഐറ്റംസ് റിക്വയർഡ് ഇറ്റ് ഈസ് 20. 20 എണ്ണം അങ്ങനത്തെ വേണം. സോ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് 40,000 rupees. സിമെന്റ് ടാങ്ക് ആണെങ്കിലോ 1000 രൂപയുടെ എത്ര എണ്ണം വേണം, 4 എണ്ണം വേണം. അപ്പൊ ടോട്ടൽ കോസ്റ്റ് 4000. ട്രേ ആൻഡ് നൈഫ് 300 രൂപയാണ് അതിന്റെ വില. എത്ര എണ്ണം വേണം, 20 ഐറ്റംസ് അത് റിക്വയർഡ് ആണ്. സോ ദ 6000 ഇറ്റ് ഈസ് എ എമൗണ്ട്. ബക്കറ്റ് ഇറ്റ് ഈസ് ഫോർ ₹75. The number of item is 20. So 75 × 2 it is already 150 and 0 remaining. Up this we have to evaluate. So what will be the total that we have to write? So here what all we have, we can write it here. First is the 3000 amount, 3000 plus then next what we have, 40,000, then 4,000, then we have 6,000, then we have 1,500. So we have to find out the total amount. So total we will be getting 4,000 plus 6,000 it is 10,000. 10,000 plus 300, 13,000. 13,000 plus 1,500, 14,500. So 4,000 plus 14,500. We'll calculate once more. 3,000 plus 4,000. Here this both the 10,000, 10,000, 13,000, 14,500. അപ്പോൾ ഈ 14,500 കൂടെ നമ്മൾ എന്താ ചേർക്കുന്നത്, we are adding what, we are adding 40,000. 40,000 we are adding. So 0 0 5 4 5 അല്ലേ. 40,500 ആ 500 അങ്ങനെ തന്നെ എഴുതും. പിന്നെ ബാലൻസ് 40 54,500. ഇതാണ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട്. when fresh fish is dried it becomes അല്ലേ, ഫിഷ് ഡ്രൈ ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയായിട്ട് 1/3 ആയിട്ട് കുറയും. in 1 month they plan to dry 60,000 kilo of fresh fish. അപ്പോൾ ഒരു മാസം എത്ര മീനാണ് അവർ ഉണക്കാൻ പ്ലാൻ ചെയ്യണത്, 60,000 കിലോ മീനാണ് ഉണക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണത്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ how much dried fish they get, നമ്മൾ എന്താ പറഞ്ഞ 6,000 പറഞ്ഞു അല്ലേ. 6,000 ഉണക്കുമ്പോൾ അതിന്റെ 1/3 ആവും. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ, 2,000. ഓക്കെ, അപ്പൊ 2,000 ആണ് നമുക്ക് കിലോ കിട്ടുക. Okay, Florama, let us first calculate for 6 kg of fresh fish. We buy fry fish for എത്രയാ 15 per kg. We sell dried fish for ₹70 per kg. We dry 6 kg fresh fish to get
ഡാഷ് kg ഡ്രൈഡ് ഫിഷ്. അപ്പൊ 6 കിലോ ഫ്രഷ് ഫിഷ് ഉണക്കിയാൽ നമുക്ക് എത്രയാ കിട്ടുക? നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 1/3 മാത്രമേ കിട്ടാറുള്ളൂ അല്ലെ? 1/3. അപ്പൊ 6ന്റെ 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 2. ഓക്കെ, 2 kg ഡ്രൈഡ് ഫിഷ് മാത്രമാണ് നമുക്ക് ലഭിക്കുക. 6 kg ഫ്രഷ് ഫിഷ് വി ഹാവ് ടു പേ. ഫ്രഷ് ഫിഷിന് നമ്മൾ എത്രയാ പേ ചെയ്യേണ്ടത്? 15 രൂപയാണ് പേ ചെയ്യേണ്ടത് അല്ലെ? ദിസ് ഇസ് ഓൾറെഡി ഗിവൺ ഹിയർ, ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പൊ 15 ഇൻറ്റു എത്രയാണ്? 6. That what we get? 6 into 5 30. Okay, balance 6 plus 3 plus 6 9. അപ്പൊ 90 rupees ആണ് നമുക്ക് ലഭിക്കേണ്ടത്. പിന്നെ അതുപോലെ വേറെന്താ തന്നിരിക്കുന്നത്? We will sell 2 kg dried fish and get. അപ്പൊ 2 കിലോ ഉണക്ക ഫിഷ് വിൽക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കണം? 70 രൂപ കൊടുക്കണം. അപ്പൊ 2 into 70 അല്ലേ? നമ്മളിവിടെ എന്താ പറഞ്ഞ? ഉണങ്ങിയതിന് എത്രയാ? 70 രൂപയാണ്. അപ്പൊ 2 into 70 എന്ന് പറയുന്നത് എത്രയാ? 140 kg ആണ് എന്തിന്റെ വില? 2 kg dried ഫിഷിന്റെ വില. So if we dry 6 kg fresh fish, we will earn. എത്ര രൂപ earn ചെയ്യും? അത് കാണാൻ എന്താ ചെയ്യുക? 140ൽ നിന്ന് 90 മൈനസ് ചെയ്യുക. 90 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 50 rupees കിട്ടും അല്ലേ? അപ്പൊ but if we dry 6000 kg we can earn. എത്ര രൂപ earn ചെയ്യാൻ പറ്റും? 6 kgക്ക് 50 ആണെങ്കിൽ 6000 എത്രയാ? 50 into 1000 എത്രയാണ്? 1 monthല് 50000 രൂപ കിട്ടും. See, I will tell this once more. Okay. അപ്പൊ ഫ്രഷ് ഫിഷിന് എത്രയാ വില? ₹15 per kg. ഡ്രൈ ഫിഷിനാണെങ്കിലോ 70 per kg. 6 കിലോ ഫ്രഷ് ഫിഷ് ഡ്രൈ ചെയ്ത് എത്ര കിട്ടും? 2 കിട്ടും. എങ്ങനെയാണ്? ഒരു ഫിഷ് ഡ്രൈ ചെയ്ത് അതിന്റെ 1/3 ഭാഗം മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ. അപ്പൊ 6ന്റെ 1/3 എന്ന് പറയുന്നത് 2 ആണ്. 6 kg ഫ്രഷ് ഫിഷ് വി ഹാവ് ടു പേ എത്ര രൂപ? എത്ര റുപ്പീസ്? ഫ്രഷ് ഫിഷിന്റെ വില നോക്കൂ, ₹15. അപ്പൊ 6 into 15 we get ₹60. പിന്നെ 2 കിലോ ഡ്രൈ ഫിഷ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എത്രയാ ലഭിക്കുക? 2 into 70 നമുക്ക് എത്ര ലഭിച്ചു? 140 രൂപ ലഭിച്ചു അല്ലെ? ഡ്രൈ ഫിഷിന്റെ വില ഇവിടെ തന്നിട്ടില്ലേ? 70 rupees. അത് തന്നിട്ടുണ്ട്. So if we dry 6 kg fresh fish, we will earn അല്ലെ? എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടുക? അതിനറിയാൻ എന്ത് ചെയ്യണം? ഈ ഡ്രൈയും ഫ്രഷും തമ്മിൽ മൈനസ് ചെയ്യണം. ഡ്രൈ 140, ഫ്രഷ് 90. അപ്പൊ 50 രൂപ ലഭിക്കും. അതുപോലെ 6000 കിലോ ഏൺ ചെയ്യാൻ അല്ല 6000 കിലോ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുക? ഫ്രഷും ഡ്രൈയും കൂടിയിട്ട് ചെയ്യുമ്പോൾ അല്ലെ? 6000 ആവുമ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കും? ഇഫ് യു ഡ്രൈ വി ക്യാൻ ഏൺ റുപ്പീസ്. എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും? 50,000 അല്ലെ? കാരണം എന്താണ്? 6 കിലോ ഫ്രഷ് ഫിഷിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 50 രൂപ കിട്ടുന്നത് അല്ലെ? അപ്പൊ 6000ത്തിന് എന്താണ് കിട്ടുക? നമുക്ക് 50000 രൂപ കിട്ടും. കാരണം 6 കിലോയില് നമ്മൾ 2 കിലോ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? ഡ്രൈഡ് ഫിഷ് കിട്ടുന്നുള്ളൂ അല്ലെ? അപ്പൊ this is the answer. 50 into 1000 we are getting how much? 50,000 rupees. Okay. If you are hearing 2 or thrice, you will be able to understand. Okay. So ഓരോ കണക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. They are all very happy with this plan. The group can make profit and each woman can get a salary for the work she does. അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാവർക്കും നല്ല സന്തോഷമായി അല്ലെ? ഈ പ്ലാൻ കേട്ടപ്പോ. കാരണം അവർക്ക് കണ്ടമാനം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ്? സാലറി, മാസത്തിൽ അവർക്കൊരു സാലറിയും ഇതിലൂടെ ലഭിക്കും. Jancy, I found that for 6,000 fish we would need 1,500 salt every month. Price is 2 per kg. അപ്പൊ എന്താണ്? ഇതിന് ഉണക്കാൻ ഉപ്പിന്റെ ആവശ്യമുണ്ടല്ലോ അല്ലെ? അപ്പൊ 6000 കിലോ ഉണക്കാൻ വേണ്ടി നമുക്ക് 1500 കിലോ എന്ത് വേണം? സോൾട്ട്, ഉപ്പ് വേണം. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 അല്ലെ? 1 കിലോന് 2 രൂപയാണ്. അപ്പൊ 1500 കിലോന് എത്ര രൂപ വരും? 3000 രൂപ വരും. മനസ്സിലായോ? 1 കിലോന് 2 രൂപ. അപ്പൊ 1500 കിലോന് എത്ര രൂപ? 3000 രൂപ ഉപ്പ് ആവശ്യം വരും.
പാക്കിംഗ് ആൻഡ് ബസ് ചാർജ്, പാക്ക് ചെയ്യാനും ബസ് ചാർജിനൊക്കെ എത്ര വരും? 3000 രൂപ വരും. സോ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 6000 plus 6000 we will get 3000 plus 3000 we will get 6000. ഓക്കെ, സോൾട്ടിനും പാക്കേജിനും ബസ് ചാർജിനും എല്ലാം കൂടിയിട്ട് നമുക്ക് എത്രയാ വരിക? 6000 രൂപ വരും. ഫസീല, that sounds very good. Our calculation tell us that every month our bank will earn. അല്ലേ? ഫസീല പറഞ്ഞു ഇത് നല്ല കാര്യമാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും നമ്മുടെ ബാങ്കിലേക്ക് 44000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ ലഭിക്കും. Check to see if you also get the same answer. Songs sung by fishermen are beautiful. Find out about the words and tunes of each such songs. അപ്പൊ എങ്ങനെ ഈ 44 നമ്മൾ ഇവിടെ വരെ നിർത്തിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50000 രൂപ കിട്ടി അല്ലേ? 6000 കിലോ മീൻ ഉണക്കിയിട്ടും ഫ്രഷും കൂടി എല്ലാം ചെയ്യാൻ നമുക്ക് എത്ര രൂപ കിട്ടി? 50000 രൂപ കിട്ടി. പിന്നെ ബാലൻസ് അവരെന്താ പറഞ്ഞ? അത് ഉണക്കാൻ ആവശ്യമുള്ള ഉപ്പ് അതെത്രയാ? 3000 രൂപ. പിന്നെ ബസ് ചാർജും പാക്കിംഗ് ഒക്കെ കൂടിയിട്ട് എത്രയാ? 3000 രൂപ. അപ്പൊ ഈ 50000 നിന്ന് 50000 രൂപയിൽ നിന്ന് see here, അപ്പൊ ഈ 50,000 നിന്ന് നമ്മൾ എന്താ ചെയ്തത്? മൈനസ് ചെയ്തു. എത്ര രൂപയാ? 6000 രൂപ മൈനസ് ചെയ്തപ്പോ എത്രയാ ലഭിച്ചത്? 44,000. We also got the answer. നമുക്കും അതേപോലത്തെ ഉത്തരം കിട്ടി അല്ലേ? Okay, so are you clear with this? Find out songs sung by fishermen are beautiful. Find out. അപ്പൊ ഇതുപോലത്തെ പല പാട്ടുകളും തേടി പഠിച്ച് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഫിഷർമാൻ എന്ന ഫിഷ് ടെയിൽ എന്ന പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. If you are interested, please do like, share and subscribe my channel. Okay, thank you.